ഹായ് ഗായ്സ്, അപ്പോൾ ബോച്ചട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ബോച്ചട്ടി ഞാൻ എങ്ങനെയാണ് വാങ്ങുക, അതിലെങ്ങനെ ടിക്കറ്റ് കിട്ടും, ഇതിൻ്റെ സ്റ്റോർ എവിടെയാണ് അത് ടിക്കറ്റ് പോയിട്ട് വാങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൂപ്പൺ കോഡ് ചായപ്പൊടി എവിടെ കിട്ടും, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ആദ്യം bochatti.com എന്ന് നമ്മുടെ ക്രോമിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ സൈൻ ഇൻ രജിസ്റ്റർ എന്ന് കാണിക്കും. രജിസ്റ്റർ ചെയ്യാത്തവിടെ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സൈൻ ഇൻ ആണ് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്പറും പാസ്വേഡും ഇവിടെ അടിച്ച് കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ വെച്ചിട്ട്, അതായത് OTP വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് സൈഡ് 3 ലൈൻ ഉണ്ടാവും. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും, നമ്മുടെ ബാലൻസ്, നമ്മുടെ ടിക്കറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. ഇവിടെ മൈ ബാലൻസ് എന്ന് കാണിക്കുന്നത് 160 രൂപയാണ്. അതായത് ഞാൻ 160 രൂപ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇട്ടത് കൊണ്ടാണ് ഇവിടെ 160 രൂപ എന്ന് കാണിക്കുന്നത്. വാലറ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചായപ്പൊടി ഓർഡർ ചെയ്യാൻ പറ്റൂ. അത് ആദ്യത്തെ കാര്യം. ഡയറക്റ്റായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആദ്യം ഈ ചായപ്പൊടി വാങ്ങാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ബൈ ക്ലിക്ക് ഹിയർ ടു ബോച്ചട്ടി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നാണോ വേണ്ടത്, രണ്ടാണോ, ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാം. അപ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ പോയിട്ട് ബോച്ചട്ടി വാങ്ങുക എന്നാണ്. അപ്പോൾ ഇനി കിട്ടുന്നത് നമ്മുടെ ഒരു ടിക്കറ്റ് നമ്പറാണ്. ആ ഒരു ടിക്കറ്റ് നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ മറ്റൊരു നമ്പറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാണുള്ളത്. അപ്പോൾ എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മൈ ടിക്കറ്റ് എന്നൊരു ഓപ്ഷനിൽ പോവാം. റിസൾട്ട് അവൈറ്റിംഗ് ആണ്. കാരണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 9:57 ഈ ഒരു ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവൈറ്റിംഗ് എന്ന് കാണിക്കുന്നത്. ഇതുവരെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന്, അതായത് 22-ാം തീയതിയാണ് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട് 10:30 കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. 10:30 അല്ലെങ്കിൽ 11 മണിക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിക്കറ്റിൽ എനിക്ക് വിൻ ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു നമ്പർ, എൻ്റർ യുവർ ടിക്കറ്റ് എന്ന നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുത്തിട്ട് സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ ചായപ്പൊടി എടുത്തിട്ടുണ്ട്, എനിക്ക് ടിക്കറ്റ് നമ്പറും കിട്ടിയിട്ടുണ്ട്. ആ ഒരു നമ്പർ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. അതായത് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. 8ാമത്തെ ഡ്രോ ആണ്, ഏത് ഡേറ്റ് ആണ്, ടിക്കറ്റ് കോസ്റ്റ് എത്ര, നമ്മുടെ ടിക്കറ്റ് നമ്പർ എത്ര, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ടിക്കറ്റ് നമ്പർ എനിക്ക് വിൻ ആയിട്ടുള്ളത് ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും കാണുക. ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്, എത്രയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മൈ പ്രൊഫൈലിൻ്റെ അടുത്ത് പ്രൊഫൈൽ കാണും, ബാലൻസിൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ടാവും. പിന്നെ മൈ ടിക്കറ്റിൻ്റെ അടുത്ത് ടിക്കറ്റ് വെയിറ്റിംഗ് എന്ന് കാണിക്കും. ചിലപ്പോൾ ഇനി വിൻ ആയാൽ വിന്നിങ് എന്ന് കാണിക്കും. അപ്പോൾ ഇപ്പോൾ പെൻഡിങ് ആണ് കാണിക്കുന്നത്, കാരണം റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ബാലൻസ് കൂടി ഇടണം. ബാലൻസ് ആഡ് ചെയ്യുന്നതിനെ കാണിക്കും. ജസ്റ്റ് 100 ആണെങ്കിൽ 100 സെലക്ട് പേയ്മെൻറ്റ് കൊടുക്കാം. പേയ്മെൻറ്റ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ UPI വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കാണ്ട് ഇവിടെ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കാം. എവിടേക്കാണ് എത്തേണ്ടത് ആ ഒരു ഷിപ്പിംഗ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്തത് ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡാണോ, നെറ്റ് ബാങ്കിങ് ആണോ, വാലറ്റാണോ, UPI ആണോ, EMI ഓപ്ഷൻ വരെ ഇതിനകത്തുണ്ട്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഫോൺ പേ ആണ്. അപ്പോൾ ഫോൺ പേയുടെ ID ഇവിടെ കൊടുക്കാം, മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫോൺ പേയിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും. നമ്മൾ പേ ചെയ്തിട്ട് ഒരു മെസ്സേജ് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബാലൻസ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂം എവിടെയൊക്കെയുണ്ട്, അതായത് ബോച്ചയുടെ ഷോറൂമിൽ പോയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ആ ഒരു ടിക്കറ്റ് നമ്പർ നമ്മളെ കയ്യിൽ കിട്ടും. പക്ഷേ നമ്മൾ ഓർഡർ കിട്ടണമെങ്കിൽ അടുത്തുള്ള ഷോറൂം പോകണം. അപ്പോൾ ഈ ഷോറൂം എവിടെയാണെന്ന് ഈ ഇവിടെ സൈഡിൽ സ്റ്റോർസ് എന്ന് കാണിക്കുന്നിടത്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 10 മണിക്ക് മുതൽ 6 മണി വരെയാണ് ഈ സ്റ്റോർ ഉള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഏകദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു സ്റ്റോർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റോർ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഈ ടിക്കറ്റ് വാങ്ങിയതിൻ്റെ പ്രൂഫ് ജസ്റ്റ് മെസ്സേജ് ആയിട്ട് കാണിച്ചാൽ നമുക്കവിടെ പോയി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചായപ്പൊടി കിട്ടുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ഉണ്ടോ എന്ന് ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള ഷോറൂമിലത്തെ കോൺടാക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇവിടെയാണ് ക്ലിക്ക് ഹിയർ ടു എന്ന ഭാഗത്താണ് ചായപ്പൊടി വാങ്ങേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഷിപ്പിങ്ങും
സ്റ്റോർസും പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ക്യാൻസൽ ചെയ്യുന്ന എങ്ങനെ, റിട്ടേൺ എങ്ങനെ, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബോച്ചേട്ടിയുടെ ചായപ്പൊടി വാങ്ങുക. ഞാൻ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വിന്നായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ വിന്നായത് എത്രയാണെന്നും വിന്നായതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വിന്നേഴ്സിൻ്റെ ലിസ്റ്റും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 10 ലക്ഷം കിട്ടിയവർ മുതൽ 100 രൂപ കിട്ടിയത് വരെ ആൾക്കാരുണ്ട്. ഡെയിലി 1 കോടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 10 ലക്ഷം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി 13,906 പേർക്ക് 100 രൂപ മുതൽ 5,000, 1,000, 25,000 അങ്ങനെ ഒരുപാട് ക്യാഷ് പ്രൈസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം വിന്നായതാണ്. അത് വേറൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വിന്നേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ വിന്നായേക്കാം.